എൻ്റെ ഒരു കോമഡി. ഞാൻ എറണാകുളത്ത് പോയി ഒരു ദിവസം. എനിക്ക് തിരിച്ച് കോഴിക്കോടേക്ക് വരണം. അപ്പോൾ മംഗള ലക്ഷദ്വീപ് അങ്ങനെ എന്തോ ഒരു ട്രെയിനുണ്ട്. അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ഓടുക കേട്ടോ, ട്രെയിൻ ഇങ്ങനെ കിടക്കുന്നു വിളിച്ച് പറയുന്നു. ഓടി മറ്റേ സിനിമയിലൊക്കെ കാണുന്ന മാതിരി നമ്മൾ ഓടി വരുമ്പോൾ അങ്ങനെ കൈ തരില്ലേ ഒരാളാരാന്ന് എനിക്കറിയില്ല. അപ്പോൾ ഓടുമ്പോഴും ഞാൻ ചോദിക്കും ആ ട്രെയിനാണ് എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഓടി വരലും ആരൊക്കെയോ 2 പേര് കൈ തരലും ഞാൻ ചാടി ട്രെയിന് കയറി പോവേ അറിയുന്നു. ഈ ട്രെയിന് പിന്നെ നെക്സ്റ്റ് വേറെ ഏതോ സ്റ്റോപ്പിലേ നിർത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇതില്ല, വേഗം എത്തുകയും ചെയ്യും. ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പിന്നെ എന്തായാലും പോയില്ലേ, അങ്ങനെ പോയി തിരുവനന്തപുരത്ത് നിന്നിറങ്ങിയിട്ട് ബസ്സിലിങ്ങ് പോകുന്നു കോഴിക്കോടേക്ക്. അങ്ങനത്തേക്ക് ഭയങ്കര കോമഡി ആട്ടാ. എനിക്കങ്ങനെ ഇപ്പോഴാണ് പിന്നെയും പോയി വരാൻ. എന്നാലും ഞാൻ 100 തൊട്ട് എല്ലാവരോടും ചോദിക്കും ഈ ട്രെയിനാണോ, ഈ ട്രെയിനിൽ കയറി ഇരുന്നിട്ട് ചോദിക്കും. എപ്രാളം വരെ ചേട്ടാ. അങ്ങനെ 3-4 തവണ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒരിക്കൽ എൻ്റെ ഒരു കസിൻ്റെ മാരേജാണോ എൻഗേജ്മെൻ്റ് ആണോ എന്നറിയില്ല, പോവാണ്. ട്രെയിനിൽ കയറി ഞാൻ ആലപ്പുഴ ചെന്നിറങ്ങി കൊടുത്ത്. ആലപ്പുഴ എങ്ങനെ റെയിൽവേ സ്റ്റേഷൻ പോയിട്ടേ ഇല്ല. പക്ഷെ ഭയങ്കര മരണപ്പേടി, എവിടെയോ ഞാൻ എത്തപ്പെട്ടതുപോലെയൊക്കെ. പിന്നെ ലഗേജ് ആണെങ്കിൽ കുറേ ഉണ്ട് താനും, എടുത്തുകൊണ്ട് പോകാൻ പോലും ഒരാളും ഇല്ലേ. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ സ്ഥലത്തെത്തി. പിന്നെ പിന്നീട് എനിക്ക് സിസ്റ്റർ പഠിപ്പിച്ചതാണ് ഇങ്ങനെ നോക്കി പോകണം. പക്ഷേങ്കിൽ അവൾ എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും കേരളത്തിനകത്തും പുറത്തും ഒറ്റയ്ക്ക് പോകും. അപ്പം നിങ്ങളെ വീട്ടിൽ അങ്ങനെ സംസാരിക്കാത്ത ചെവി കേൾക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ഇരുത്തരുത്. ചിലപ്പോൾ അവർ പഠിക്കില്ല എന്ന് നിങ്ങളെ തോന്നലാണ്. അവരുടെ തന്നെ സ്കൂളിൽ കൊണ്ടാക്കണം, സ്പെഷ്യൽ സ്കൂളിൽ. പക്ഷേങ്കിൽ നല്ല സ്കൂളുകൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് എല്ലാവരെയും ബാധിക്കുന്ന പോലെ ആവില്ല. അല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു ഏത് സ്കൂളാണ് ബെറ്റർ എന്ന്. നിങ്ങളതുപോലെ തന്നെ ഈ സ്പീച്ച് തെറാപ്പി ഉണ്ട്. അന്നൊക്കെ ഉണ്ടെങ്കിലും ഒരു ഇതില്ല, എന്താണ് സക്സസ് ആയിട്ടുള്ള എന്താണെന്ന് അവയർനെസ് ഉണ്ടായിരുന്നു ആ കാലത്തൊക്കെ. സ്പീച്ച് തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ സിസ്റ്ററിന് സ്പീച്ച് തെറാപ്പിക്ക് വിട്ടില്ല. പക്ഷേങ്കിൽ അവൾ കുറേ കാര്യങ്ങൾ പറയും. ചേച്ചി പിന്നെ അമ്മ വെള്ളം കൊണ്ടുത്താ, പിന്നെ അമ്മ വാ എന്നൊക്കെ എല്ലാ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എവിടെ ഇരുന്നാലും കേട്ടാൽ മനസ്സിലാവും. ഒരുപാട് കാര്യങ്ങൾ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. അവൾ സ്വന്തമായിട്ട് എഫേർട്ട് എടുത്ത് പഠിച്ചതാണ് അതെല്ലാം. അല്ലാണ്ട് നമ്മൾ സ്പീച്ച് തെറാപ്പിക്ക് വിട്ടില്ല. നിങ്ങളുടെ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ കൂടി നിങ്ങൾ സ്പീച്ച് തെറാപ്പിക്ക് വിടണം. കാരണം അവിടെ പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിലൊക്കെ സ്പീച്ച് തെറാപ്പി കണ്ടാൽ അറിയാം. ഇങ്ങനെ ചുണ്ടനക്കി കാണിച്ചു കൊടുക്കലാണ്. ഇപ്പം ഇങ്ങനെയൊക്കെ ചുണ്ട് ഇങ്ങനെ വിരിച്ചിട്ട് കാണിക്കും, ഇങ്ങനെയൊക്കെ കാണിക്കും, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അമ്മ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവരെ ചുണ്ട് വിരലൊക്കെ വെച്ചിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഞാൻ ആ കോഴ്സൊന്നും പഠിച്ചിട്ടില്ലേ, എന്നെക്കൊണ്ട് കൂടിയാൽ കൂടില്ല, അതൊന്നും പഠിക്കുന്നില്ല. പിന്നെ അപ്പോൾ കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര വീക്ക്നെസ്സാണ് കുട്ടികളെന്ന് വെച്ചാൽ. പക്ഷേങ്കിൽ നടക്കില്ല, പറ്റാത്ത കാര്യങ്ങളൊന്നും ഞാൻ പഠിക്കാൻ ഇറങ്ങില്ല. ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന് ഇറങ്ങിയതേ എന്താണെന്നറിയോ, എനിക്ക് ഒരുപാട് വെറൈറ്റി തുണികളൊക്കെ തയ്ച്ച് ഇറങ്ങി കിട്ടുവാക്കണമെന്ന് വിചാരിച്ചത്. ഞാൻ ഒരുവിധമൊക്കെ എന്തെങ്കിലുമൊക്കെ ഊഹിച്ചിരുന്ന എന്നെക്കൊണ്ട് അത് കഴിയുമെന്നാണ്. പക്ഷേങ്കിൽ പഠിച്ചതെല്ലാം വേറെ സബ്ജക്റ്റാണ്. കഴിയില്ല എന്നല്ല, കഴിയും. ഞാൻ അതിൽ എഫേർട്ട് എടുത്തില്ല എന്നേ ഉള്ളൂ. കാരണം അതിലോട്ട് എൻ്റെ ഫോക്കസ് പോയി കഴിഞ്ഞാൽ ബാക്കി സബ്ജക്റ്റ് ഞാൻ ഇരുന്ന് പോയേനെ. അതുകൊണ്ടാണ് ഞാൻ എഫേർട്ട് എടുക്കാണ്ടിരുന്നത്. അപ്പോൾ ഇനി വേണം എനിക്ക് എഫേർട്ട് എടുക്കാനായിട്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന കേട്ടോ നമ്മുടെ ഇർണാവിലെ പരിപാടീൻ്റെ ഇത് വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ സിസ്റ്റർ സ്വന്തമായിട്ട് എഫേർട്ട് എടുത്താണ്. അമ്മയും അതിൻ്റെ ബാക്കിൽ നിന്ന് അമ്മയും പുഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ പാരൻറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ, കുട്ടികളുണ്ടെങ്കിൽ വെറുതെ ഇരിക്കരുത്. അവരെ കൊണ്ട് സാധിക്കില്ല എന്നൊന്നും വിചാരിക്കണ്ട. അവരെ എഫേർട്ട് എടുത്ത് പഠിപ്പിക്കുക. നോർമൽ സ്കൂളിൽ വിടണ്ട. ഇനി ഈ പേരിലൊരു പ്രശ്നമായിട്ട് സ്കൂളുകാർ വരില്ല. കാരണം നോർമൽ സ്കൂളിൽ നോർമൽ കുട്ടികൾ പഠിക്കേണ്ടതാണ്. അത് ഒരു കമ്പാരിസൺ അല്ല.
ആ കുഞ്ഞിക്ക് പഠിക്കാൻ ഉള്ളത് അവരുടെ സ്കൂളിലാണ് അവിടെ പഠിപ്പിക്കുന്നത്. അവരുടേതായ ലാംഗ്വേജ് ഉണ്ട്, നമ്മൾ ഈ കൈ കൊണ്ട് കാണിക്കുന്നതല്ല.